പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററിയുടെ 13ാമത്തെ പാഠമാണ് അണ്ടർസ്റ്റാൻഡിങ് പാർട്ടീഷൻ, പൊളിറ്റിക്സ്, മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസസ്. വിഭജനത്തിന് അതിൻ്റെ പ്രായോഗിക തലം മനസ്സിലാക്കുകയും അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം, അതുപോലെ തന്നെ ഓർമ്മകളും, അതുപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു പാഠമാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് ലോകത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ പോലെ തന്നെ ഒരു രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം ലോകത്ത് സംഭവിച്ചിട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളും, അതുപോലെ തന്നെ കോളനി രാജ്യങ്ങൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും, പുതിയ രാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ ആവിർഭാവവും ഒക്കെ ഈ സമയത്ത് ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1947 എന്നുള്ളത് ഒരേ സമയത്ത് സന്തോഷം, അതുപോലെ തന്നെ മറ്റൊരു വശം പറഞ്ഞാൽ കണ്ണീരിൻ്റെയും കഥ കൂടിയാണ് എന്നുള്ളതാണ്. 1947 കൊളോണിയലായിട്ടുള്ള റൂളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ആ ഒരു സന്തോഷം ട്രാൻസ്ഡ് ബൈ ദ വയലൻസ് ആൻഡ് ദ ബ്രൂട്ടാലിറ്റി ഓഫ് പാർട്ടീഷൻ. ആ സന്തോഷത്തെ കെടുത്തിയ ഒരു സംഗതിയായിരുന്നു പാർട്ടീഷൻ എന്നുള്ളത്. The partition of British India into sovereign state India and Pakistan led many sudden development. ആ ഒരു ഇത് സ്വാതന്ത്ര്യാനന്തരം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പാർട്ടീഷൻ പല സംഭവ വികാസങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുള്ളതാണ്. 1,000 lives were snuffed out and many others changed dramatically, changed India, changed cities, changed India, changed a new country was born, and unprecedented genocide and violence and migration. ലോകത്ത് ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നവും, ധാരാളം ആൾക്കാർക്ക് വീട്, അതുപോലെ തന്നെ സ്വന്തം വീടും, അതുപോലെ തന്നെ സ്വത്തും ജീവനും വരെ നഷ്ടപ്പെട്ട ഒരു സംഗതിയായിരുന്നു പാർട്ടീഷൻ എന്നുള്ളത്. The researchers just presented point to the brutal violence that characterized partition. Several thousand people were killed, and innumerable women were raped and abducted. Millions were transformed into refugees in alien land. ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതിലുപരി എണ്ണിയാലൊടുങ്ങാത്ത സ്ത്രീകൾ അവരുടെ മാനം നഷ്ടപ്പെട്ടു, റേപ്പ് ചെയ്യപ്പെട്ടു, തട്ടിക്കൊണ്ടുപോയി. അതുപോലെ തന്നെ ലക്ഷോപലക്ഷം ജനങ്ങൾ അഭയാർത്ഥികളായിട്ട് മാറി എന്നുള്ളതാണ്. It is impossible to arrive any accurate estimate casualty. ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കാഷ്വാലിറ്റി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ തോത് എന്നുള്ളത് നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. The guess death vary to 2 lakh to 5 lakh. ഏകദേശം 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആൾക്കാർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആയിരങ്ങൾക്ക് വീടും സ്വത്തും നഷ്ടപ്പെട്ടു. ഇമ്മ്യൂവബിൾ പ്രോപ്പർട്ടി, അല്ലേ, അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, അഭയാർത്ഥികളായി കൊണ്ടുപോകാൻ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ അവർക്ക് കയ്യിലെടുത്ത് പലായനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. most their movable assets separated from many their relatives and friends. ചില ആൾക്കാർക്ക് അവരുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പാർട്ടീഷൻ നമുക്ക് നൽകുന്നത് പാഠം.
Speaking of this killing, rape, and erosion, loot, the constituted partition, contemporary observer scholar have sometimes used the expression Holocaust. ഇതിനെ ഇപ്പോഴത്തെ സ്കോളേഴ്സ് ആ സംഗതിയെ നമ്മൾ ഒരു ഭയാനകമായിട്ടുള്ള സംഭവമായിട്ടാണ് അതിനെ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് പാർട്ടീഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം, പാർട്ടീഷനം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളതൊക്കെ ചർച്ചയായിരുന്നു. 1940-കളിലെ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള രണ്ട് രാജ്യം വേണമെന്ന് അവകാശവാദം മുസ്ലിം ലീഗ് ഉന്നയിക്കുകയും അതിൻ്റെ ഒരു ലോങ് റൂട്ടഡ് ആയിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ പോളിസി തന്നെയാണ്. അവർ വിഭജിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ആ പോളിസിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ടു നാഷൻ തിയറി തന്നെ വരുന്നത്. അതുപോലെ തന്നെ വിഭജനാനന്തരം സ്റ്റിൽ വി ഫേസ് സം ത്രെറ്റ്. നമുക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ത്രെട്ട് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. Why and how did the partition happen? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൾമിനേഷൻ ഓഫ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് സ്റ്റാർട്ടഡ് ഡെവലപ്മെൻറ്റ് ഓപ്പണിംഗ് ദ ഡീക്കേഡ്സ് ഓഫ് 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആരംഭിച്ച ഒരു കമ്മ്യൂണൽ വർഗീയ രാഷ്ട്രീയം, അത് ആണ് ഇത്തരത്തിലുള്ള ടു നാഷൻ തിയറിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടീഷനിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. They suggest that the separate electorate for Muslim created a colonial government in 1909, Minto Morley reforms, and expanded Montagu Chelmsford reforms in 1990, crucially shaped the nature of communal politics. അതിനു മുന്നേ തന്നെ 1905 ബംഗാൾ വിഭജനം തൊട്ട് 1909 മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊടുക്കുകയും അതിനുശേഷം 1919 ആ റിഫോംസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് കൊടുത്തിട്ടുള്ളത് മുസ്ലിംസിനായിരുന്നു. പിന്നീട് അത് ഹിന്ദുവിലെ താഴ്ന്ന വിഭാഗത്തിനും കൊടുക്കുന്ന സമയത്ത് ഗാന്ധിജി അതിനെ എതിർക്കുന്നുണ്ടൊക്കെയുണ്ട്. During the 1920s and early 1930s, tension grew around the number of issues. Muslims were angered before the mosque by the cow protection movement, the effort of Arya Samaj. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ സ്പോൺസേഡ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാർ വിത്ത് പാകിയിട്ടുള്ള ഒരു കമ്മ്യൂണൽ വയലൻസിന്, കമ്മ്യൂണൽ പൊളിറ്റിക്സ്, ആര്യ സമാജിൻ്റെ കൗ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റും, അതുപോലെ തന്നെ കൗ എന്നുള്ളത് പുണ്യമൃഗമായിട്ട് തോന്നുന്ന നമ്മുടെ ഹിന്ദുസിനെ ഹോളി കൗ ആയിട്ടും മുസ്ലിംസ് അത് ബലിമൃഗമായിട്ടാണ് കരുതുന്നത്. അത് തന്നെ ഒരു കമ്മ്യൂണൽ പോയിൻ്റാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനം, ഇതൊക്കെ ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഇന്ത്യയിൽ മൊത്തത്തിൽ നിലനിർത്തി എന്നുള്ളതാണ്. Indians were angered at rapid growth of Tabligh and Tanism after 1920. അതേ സമയത്ത് ശുദ്ധി പ്രസ്ഥാനം ഹിന്ദുക്കളിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട മുസ്ലിംസിനെ വീണ്ടും ഹിന്ദുയിസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിന് വേണ്ടിയിട്ടാണെങ്കിൽ തബ്ലീഗ്, പ്രൊപ്പഗണ്ട ആൻഡ് ടാനിസം 1920 മുസ്ലിംസിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ്, അത് ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ആംഗേഡ്, ഇവർ തമ്മിൽ ഒരു പരസ്പരം വൈരാഗ്യം ഉണ്ടാകാൻ കാരണമായി എന്നുള്ളതാണ്. 1937 ഇലക്ഷനിൽ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ ആദ്യമായിട്ട് ഒരു പ്രൊവിൻഷ്യൽ നിയമസഭകളിലേക്ക്
തെരഞ്ഞെടുപ്പ് നടക്കും. കോൺഗ്രസ് ഡിഡ് വെൽ ഇൻ ദ ഇലക്ഷൻ ജനറൽ സീറ്റ് ബട്ട് ബാഡ്ലി ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിസർവ്ഡ് ഫോർ ദ മുസ്ലിം. ബട്ട് മുസ്ലിം ലീഗ് ആൾസോ ഫെയർഡ് പോൽ അക്വയർഡ് ഓൺലി 44% ഓഫ് ടോട്ടൽ വോട്ട്സ്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള സീറ്റിലൊക്കെ കോൺഗ്രസ് വിജയിക്കുകയും റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ ടോട്ടൽ അതിലൊക്കെ റിസർവ് ചെയ്യപ്പെട്ട സീറ്റിലൊക്കെ മുസ്ലിംസ് ജയിക്കുകയും അതുപോലെ തന്നെ അതായത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആയിട്ടുള്ള അവിടെ മുസ്ലിംസ് ജയിക്കുക. മുസ്ലിം ലീഗ് പക്ഷേ കാര്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. മൊത്തം മുസ്ലിം വോട്ടിൻ്റെ 4.4% മാത്രമാണ് അവർക്ക് മുസ്ലിം ലീഗിന് കിട്ടിയത് എന്നുള്ളതാണ്. The league failed to win a single seat Northwest Frontier. നോർത്ത് ഫ്രണ്ടിയറിൽ ലീഗ് ഒരു സീറ്റ് പോലും പിടിച്ച് കെട്ടാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ലീഗിന് സാധിച്ചില്ല എന്നുള്ളത്. ഇതൊക്കെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരം ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ എന്നും കോൺഗ്രസിൻ്റെ താഴെയായിട്ട് നിൽക്കേണ്ടി വരും മുസ്ലിം ലീഗ് എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നതാണ്. In the United Province, the Muslim League wanted to join the government with Congress. The Congress had won absolute majority province. It rejected offer. അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള മറ്റൊരു റീസണും കൂടി ആണ് യുണൈറ്റഡ് പ്രോവിൻസിലെ മുസ്ലിം ലീഗിന് കോൺഗ്രസുമായിട്ട് ഒത്തൊരു ഭരണം സ്ഥാപിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റിയുള്ള യു പിയിൽ യുണൈറ്റഡ് പ്രോവിൻസിൽ കോൺഗ്രസ് ആ ഒരു വാദത്തെ എതിർക്കുകയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് കാരണം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട്, അപ്പോൾ ആരുടെയും സഹായം വേണ്ട അല്ലെങ്കിൽ ആരുടെയും അലയൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എന്ത് ചെയ്തു, ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തിയെന്ന്. ഇത്തരത്തിലുള്ള ഈ റിജക്ഷനും അതുപോലെ തന്നെ ലീഗിൻ്റെ തോൽവിയുമൊക്കെയാണ് ഒരു മുസ്ലിംസിനെ അവരുടെ ഒരു പവർ ഡോമിനേഷൻ ഇന്ത്യയിൽ കിട്ടില്ല എന്നുള്ളൊരു ആവലാതിയിൽ നിന്നാണ് ടു നേഷൻ തിയറീസ് വരുന്നത്. ദ ലീഗ് അസ്യൂംഡ് ദ കോസ് ഓൺലി മുസ്ലിം പാർട്ടി കുഡ് റെപ്രസെൻറ്റ് മുസ്ലിം ഇൻട്രസ്റ്റ്. ലീഗ് അസേർട്ട് ചെയ്യുന്നത് എന്താണ്? മുസ്ലിം പാർട്ടി കുഡ് റെപ്രസെൻറ്റ് മുസ്ലിം ഇൻട്രസ്റ്റ്. മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം പാർട്ടിയാണ് അല്ലേ. ദാറ്റ് കോൺഗ്രസ് വാസ് എസെൻഷ്യലി എ ഹിന്ദു പാർട്ടി. കോൺഗ്രസ് ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് അവർ വാദിക്കുകയാണ്. ഇവിടെ സിന്ധ് ഇറ്റ് ഫെയിൽഡ് ഫോം എ ഗവൺമെൻറ്. ഇറ്റ് വാസ് ദ ഫേം പോയിന്റ് ഓൺവേർഡ് ലീഗ് ഡബിൾ ഇറ്റ്സ് എഫോർട്ട് എക്സ്പാൻഡ് സോഷ്യൽ സപ്പോർട്ട് ബൈ ദ അബ്യൂസിങ് കമ്മ്യൂണൽ ഫീലിംഗ്. സിന്ധിലും കാര്യമായിട്ടുള്ള ഭൂരിപക്ഷം നേടാത്തത് കൊണ്ട് തന്നെ ഒരു ലീഗ് ടു നേഷൻ തിയറി എന്നുള്ള ഒരു തിയറിയുമായിട്ട് മുന്നോട്ട് വരികയാണ്. ദ പാകിസ്ഥാൻ ഡിമാൻഡ് ഫോർമലൈസ്ഡ് ഗ്രാജ്വലി. 1940 മാർച്ച് 23 ലീഗ് മൂവ്ഡ് റെസൊല്യൂഷൻ ഡിമാൻഡ് മെഷർ ടു ഓട്ടോണമി ദ മുസ്ലിം മെജോറിറ്റി ഏരിയ സബ് കോണ്ടിനെൻറ്റ്. മുസ്ലിംസിന് മെജോറിറ്റിയുള്ള ഏരിയയിൽ ഓട്ടോണമി ആവശ്യപ്പെട്ടു, സ്വയംഭരണാധികാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. 1940 മാർച്ച് 23. The origin of Pakistan demand was traced back the Urdu poet Muhammad Iqbal, writer of Sare Jahan's Acha Hindustan Hamara. His presidential address to Muslim League 1930 poet spoke of a north-west Indian Muslim state എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള അല്ലാമ ഇക്ബാലിൻ്റെ കവിതകളിലൊക്കെ ഇത്തരത്തിലുള്ള സാര ജഹാൻ സെ ഹച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള കവിതയിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു ഹിന്ദുസ്ഥാൻ എല്ലാവരുടേതും കൂടിയാണ് എന്ന് പറയുമെങ്കിലും മറ്റുള്ളത് കവിതകളിലൊക്കെ അല്ലാമ ഇക്ബാൽ, മുഹമ്മദ് ഇക്ബാൽ തൻ്റെ കവിതകളിലൊക്കെ ഒരു ടു നേഷൻ തിയറീസിനെ ഒരു ആർഗ്യൂ ചെയ്യുന്ന രീതിയിലായിരുന്നു നിലപാടെടുത്തിരുന്നത് എന്നുള്ളതാണ്. 1940 ഇതിന് ശേഷമാണ് ലീഗിൻ്റെ ടു നേഷൻ തിയറി ഒന്നും കൂടി അഗ്രസീവായി മാറിയത് എന്നുള്ളതാണ്. പിന്നീട് 7 വർഷത്തിനിടയിൽ ആ ഒരു ഓട്ടോണമി വേണമെന്നുള്ളത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്.
ആർക്കും അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. വാട്ട് ദ ക്രിയേഷൻ ഓഫ് പാകിസ്ഥാൻ മീൻ ആൻഡ് ഹൗ ഇറ്റ് മൈറ്റ് ബി ഷേപ്പ് പീപ്പിൾസ് ലൈഫ്സ് ഇൻ ഫ്യൂച്ചർ. Many who migrated from their homeland in 1947, they thought they would return as soon as peace prevailed. 1947 വിഭജനം സംഭവിക്കുന്ന സമയത്ത് പലരും പ്രതീക്ഷ ഉണ്ടായിരുന്നു. തൻ്റെ വീടും അതുപോലെ തന്നെ സ്വത്തുമൊക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യുമ്പോഴും സമാധാനം കൈവരുന്ന സമയത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരാമെന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1945 അവസാനിക്കപ്പെട്ട സെക്കൻഡ് വേൾഡ് വാർ അതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ആക്കം കൂട്ടിയതെന്നുള്ളതാണ്. അതുപോലെ തന്നെ 1942 ഉടലെടുത്ത ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കാനുള്ളതായിരുന്നു. 1945 യുദ്ധത്തിന് ശേഷം എത്രയും പെട്ടെന്ന് അധികാര കൈമാറ്റം നടത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 1946 പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ കോൺഗ്രസ് സ്വെപ്റ്റ് ദ ജനറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപ്ചറിങ് 91.3% ഓഫ് നോൺ മുസ്ലിം വോട്ട്. കോൺഗ്രസ് 91% നോൺ മുസ്ലിം വോട്ട് കൈയടക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുകയുണ്ടായി. ലീഗ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ടറേറ്റുള്ള ഭാഗത്ത് മാത്രമാണ് ലീഗിന് വിജയിക്കാൻ കഴിയുന്നത്. The League itself, the dominant party among Muslim voters, seeking the vindicated claim that sole spokesman and India's Muslims എന്നുള്ളത്. ലീഗ് ഇന്ത്യയിലുള്ള സർവ്വ മുസ്ലിങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട അജണ്ട അവർ നടപ്പിലാക്കി എന്നുള്ളതാണ്. അങ്ങനെ 1946 ക്യാബിനറ്റ് മിഷനിൽ ഇന്ത്യൻ ലീഡേഴ്സിനുമായിട്ട് ഒരു ചർച്ച നടത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്തു. നെയ്തർ ലീഗ് നോർ കോൺഗ്രസ് അഗ്രീഡ് ക്യാബിനറ്റ് മിഷൻസ് പ്രപ്പോസൽ. ലീഗിൻ്റെയോ അതുപോലെ തന്നെ കോൺഗ്രസോ ക്യാബിനറ്റ് മിഷൻ്റെ പ്രപ്പോസൽ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. By this time, partition became inevitable, with the most Congress leader agreeing to it, seeing it a tragic and avoidable. 1947 ആയപ്പോഴേക്കും കോൺഗ്രസ്സിലെ ഭൂരിഭാഗം നേതാക്കൾ മനസ്സിലാക്കി പാർട്ടീഷൻ ഈസ് എസെൻഷ്യൽ, ഇന്നൊവേറ്റബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ളത്. ആൻഡ് സീങ് ഇറ്റ് ഈസ്, ഇത് സാധിക്കാണ്, പക്ഷേ എന്താണ്, അൺഅവോയ്ഡബിൾ ആണ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. മഹാത്മാഗാന്ധി അതുപോലെ തന്നെ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അതായത് നോർത്ത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ പോലത്തെ നേതാക്കൾ മാത്രമാണ് പാർട്ടീഷനെ എതിർത്തത് എന്നുള്ളത്. ക്യാബിനറ്റ് മിഷൻ്റെ പരാജയം തന്നെ മുസ്ലിം ലീഗ് ഒരു ഡയറക്റ്റ് ആക്ഷൻ ഫോർ വിന്നിങ് പാകിസ്ഥാൻ ഡിമാൻഡ്, അതിനു വേണ്ടിയിട്ട് അവർ ഒരു പദ്ധതി രൂപീകരിക്കുകയാണ്. അങ്ങനെ 1946 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് അവർ ആചരിക്കുകയും ഓൺ ദിസ് റൈറ്റ് ബ്രോക്ക് ഔട്ട് ഇൻ കൽക്കട്ട, ലാസ്റ്റിംഗ് സെവറൽ ഡേയ്സ്, ലീവിങ് സെവറൽ തൗസൻഡ് പീപ്പിൾ ഡെഡ്. ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ കൽക്കറ്റയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും അത് കുറേ കാലം നീണ്ടു നിൽക്കുകയും ചെയ്തു. ധാരാളം 1000-ഓളം ജനങ്ങൾ മരണപ്പെടുകയും ചെയ്തു. 1947 മാർച്ചോടുകൂടി
Violence spread to many parts of northern India. ഉത്തരേന്ത്യയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും വയലൻസ് വ്യാപിക്കുകയാണ്. മാർച്ച് 1947 കോൺഗ്രസ് ഹൈക്കമാൻഡ് വോട്ടഡ് ഡിവൈഡിംഗ് പഞ്ചാബ് ഇൻ ടു 2 halves, one with Muslim majority and other with Hindu Sikh majority. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പഞ്ചാബിനെ രണ്ടാക്കി ബൈഫർഗേറ്റ് ചെയ്യുകയാണ്. മുസ്ലിം മജോറിറ്റി ആയിട്ടുള്ള ഒരു ഏരിയയും അതുപോലെ തന്നെ ഹിന്ദു സിഖ് മജോറിറ്റി ആയിട്ട് മറ്റുള്ളവർ. ആൻഡ് ഇറ്റ് ആസ്ക്ഡ് ദ ആപ്ലിക്കേഷൻ ഫോർ സിമിലർ പ്രിൻസിപ്പിൾ ടു ബംഗാൾ. 1905 വിഭജിച്ച ബംഗാൾ 1911 ആ വിഭജനം ഒഴിവാക്കിയെങ്കിലും പഞ്ചാബിനെ എങ്ങനെയാണ് ബൈഫർഗേറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ മുസ്ലിം മജോറിറ്റി അനുസരിച്ച് മുസ്ലിം പ്രദേശത്തെ പാകിസ്ഥാൻ്റെ കൂടെയും അതുപോലെ തന്നെ ഹിന്ദു മജോറിറ്റി മറ്റുള്ള മതവിഭാഗങ്ങളുടെ മജോറിറ്റി ഉള്ളതിനനുസരിച്ച് അത് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന പാർട്ടായിട്ടും ഒരു ബൈഫർഗേഷൻ പോളിസി 1947 കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് വോട്ട് ചെയ്ത് പാസ്സാക്കി എന്നുള്ളതാണ്. By this time, Sikh leaders and congressmen in Punjab were convinced the partition was a necessary evil, otherwise they would be slammed by the Muslim majority and Muslim leader would be dictated terms. ഈ സിഖ് ആയിട്ടും കോൺഗ്രസ് ആയിട്ടുള്ള പഞ്ചാബിലെയും ബംഗാളിലെയും നേതാക്കന്മാരെ കൺവിൻസ് ചെയ്യപ്പെട്ടത് പാർട്ടീഷൻ ഈസ് നെസസറി ഈവിൾ, ഇതൊരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ. അതർവൈസ് അവർ മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള പ്രദേശത്തിൻ്റെ കൂടെ ഭാഗമാകും പാർട്ടീഷൻ എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളും പഞ്ചാബിൽ നിന്നും ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പാർട്ടീഷന് സമ്മതം മൂളുകയായിരുന്നു എന്നുള്ള. 1947 സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്ത സമയത്ത് രാജ്യമൊട്ടും കലാപങ്ങളും പലായനങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന സമയത്തും ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ ഗാന്ധിജി ആ സമയത്തും he moved from the villages of Noakhali, East Bengal to villages of Bihar, then right turn the Calcutta, Delhi, in a heroic effort to stop Hindu-Muslim kill each other, careful everywhere, reassure the minority community. തമ്മിലടിക്കുന്ന ഹിന്ദു മുസ്ലിം സഹോദരന്മാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ദൗത്യത്തിലേക്കായിരുന്നു ഗാന്ധിജി ആ സമയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഗാന്ധിജിയുടെ മരണമാണ് ഇത്തരത്തിലുള്ള ഒരു പാർട്ടീഷൻ മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം എന്നുള്ള 1948 ഗാന്ധിജിയുടെ ഒരു മരണം അത് തന്നെ ഇന്ത്യയെ സാധാരണ രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇനി ഈ പാഠത്തിൽ പ്രധാനമായിട്ടും നോക്കാനുള്ള മറ്റ് ഏരിയയാണ് പാർട്ടീഷൻ കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ധാരാളം ആൾക്കാർക്ക് അവരുടെ ജന്മനാടും ജന്മസ്ഥലവും നഷ്ടപ്പെട്ടു, സ്വത്തുകൾ നഷ്ടപ്പെട്ടു, ധാരാളം ആൾക്കാർക്ക് ജീവഹാനി സംഭവിച്ചു. അതുപോലെ തന്നെ അക്രമം മൂലമുണ്ടായിട്ടുള്ള പരിക്കുകൾ വേറെ തന്നെ. ഈ സമയത്ത് പ്രബലമായിട്ടുള്ളത് എന്നായിരുന്നു, വുമൻസിനെ അബ്ഡക്റ്റ് ചെയ്യുകയും റേപ്പ് ചെയ്യലും പതിവായിരുന്നു. അതായത് അവർ തട്ടിക്കൊണ്ടുപോകലും റേപ്പ് ചെയ്യപ്പെടലും പതിവായി. ഇതിനെതിരെ സ്വീകരിച്ചിട്ടുള്ള അച്ഛന്മാർ സ്വീകരിച്ചിട്ടുള്ള ഒരു നടപടിയായിരുന്നു ഹോണർ കില്ലിങ്. മകളുടെ അല്ലെങ്കിൽ അവരുടെ മാനം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം മക്കളെ കൊല്ലുന്ന ഒരു പ്രതിഭാസം കൂടി അന്ന് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പാർട്ടീഷൻ്റെ ഒരു വേഴ്സൻഡ് ആയിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു മുഖമാണ് 1947 പാർട്ടീഷൻ്റെ ഇത്തരത്തിലുള്ള സംഗതി.
ഇനി ഈ പ്രശ്നം മാറിയത് നമ്മൾ ഗാന്ധിജിയുടെ ആ ജീവത്യാഗം മൂലമാണ് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.